താഴെ പറയുന്ന ഏത് പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി 2, 3, 4 ശരിയാണ്. ഓപ്ഷൻ സി 2, 3, 4 ശരിയാണ്. സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിലെ 4 പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും താഴെ നൽകുന്നു. അവ ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ. 2ാം വട്ടമേശ സമ്മേളനം 1931, പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചത് 1939, ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു 1922, ബർദോളി സത്യാഗ്രഹം 1928. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഗണന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്നവയിൽ എ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി ബി വിഭാഗം ഉത്തരം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി. ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി 1ഉം 3ഉം തെറ്റാണ്. കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തിമുണ്ടാകുന്നത് ഏത് പാറ പൊടിഞ്ഞാണ്? ആൻസർ ഓപ്ഷൻ എ ബസാൾട്ട്. താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങൾ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നത്? ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്. ഉത്തര രാജസ്ഥാന് ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡി സത്ലജ്. പളനി മലകൾ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ്? ഓപ്ഷൻ ബി കൊടൈക്കനാൽ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ഓപ്ഷൻ സി ലക്ഷദ്വീപ്. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം? ഓപ്ഷൻ എ 107. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത്? ഓപ്ഷൻ ബി. 1ഉം 2ഉം 4ഉം ശരിയാണ്. താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി. ആൻസർ ഓപ്ഷൻ ഡി. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ? നരേന്ദ്രമോദി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ സി പീച്ചി. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഓപ്ഷൻ സി 1ഉം 2ഉം 3ഉം 4ഉം ശരിയാണ്. ഓപ്ഷൻ സി. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്? ഓപ്ഷൻ എ 1950. ഭരണഘടന നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ ബി. കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷൻ? ആൻസർ ഓപ്ഷൻ ബി കേരള സംസ്ഥാന ലോകായുക്ത. ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേരള സർക്കാരിൻ്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി കണ്ടെത്തുക. ഓപ്ഷൻ എ നവകേരള സദസ്സ്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. ആൻസർ ഓപ്ഷൻ സി പ്രസ്താവന 3 തെറ്റാണ്. ഓപ്ഷൻ സി. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേരെന്ത്? ഓപ്ഷൻ സി കർത്തവ്യപഥ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. ആൻസർ ഓപ്ഷൻ ബി പ്രസ്താവന 3 തെറ്റാണ്. ഓപ്ഷൻ ബി. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ ഡി നിരാമയ പദ്ധതി. തന്നിട്ടുള്ള പ്രസ്താവനകൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ എ പ്രസ്താവന 3 തെറ്റാണ്. ഓപ്ഷൻ എ. സൂര്യൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 2013 സെപ്റ്റംബറിൽ വിജയകരമായി വിക്ഷേപിച്ച ബഹിരാകാശ പേടകം? ഓപ്ഷൻ ബി ആദിത്യ L1. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയുക.
ആൻസർ ഓപ്ഷൻ എ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ എ. താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം. ഓപ്ഷൻ സി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ നിയമോപദേശകൻ ആരാണ്? ഓപ്ഷൻ ഡി അറ്റോർണി ജനറൽ. മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏത്? ഓപ്ഷൻ ഡി ഡിസ്ട്രോഫിൻ. ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്? ഓപ്ഷൻ സി വിറ്റാമിൻ ഡി. വൈഡൽ പരിശോധന ഏത് രോഗക്കാരെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? ഓപ്ഷൻ ബി സാൽമോണല്ല ടൈഫി. ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ? ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്, CFCs, N2O ആൻഡ് CH4. ഓപ്ഷൻ എ. പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ ആര്? ഓപ്ഷൻ ഡി സത്യനാരായണ ബലേരി. ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നത് താഴെ പറയുന്ന ഏത് മാധ്യമത്തിലാണ്? ഓപ്ഷൻ സി അലൂമിനിയം. ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ്? ഓപ്ഷൻ എ അൾട്രാവയലറ്റ്. ഭൂഗുരുത്വം മൂലമുള്ള ത്വരണത്തിൻ്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി ധ്രുവം. ISROയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ 3ൻ്റെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് എന്നാണ്? ഓപ്ഷൻ ഡി 2023 ഓഗസ്റ്റ് 23. ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള മൂലകങ്ങളെ പറയുന്ന പേര്? ഓപ്ഷൻ ബി ഐസോബാറുകൾ. താഴെ തന്നിരിക്കുന്നവയിൽ അയോണീകരണ ഊർജം ഏറ്റവും കൂടുതലുള്ള മൂലകം? ഓപ്ഷൻ സി നൈട്രജൻ. ലൂയിസ് ക്ഷാരത്തിന് ഒരു ഉദാഹരണമാണ്? ഓപ്ഷൻ എ NH3. ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ധാതു? ഓപ്ഷൻ ഡി ഇൽമനൈറ്റ്. ഭൈരവിക്കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി പടയണി. കിളിക്കാലം ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ ബി P. വത്സല. വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലെയും ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം? ഓപ്ഷൻ ബി 7. ആയുർവേദ വൈദ്യ സമ്പ്രദായത്തെക്കുറിച്ചുള്ള ഗ്രന്ഥമായ ശരത്ചന്ദ്രിക രചിച്ചത്? ഓപ്ഷൻ എ പരവൂർ കേശവനാശാൻ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ സമ്പർക്രാന്തി എന്ന നോവൽ എഴുതിയത്? ഓപ്ഷൻ സി വി ഷിനിലാൽ. മികച്ച മലയാള ചിത്രത്തിനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ഹോം സംവിധാനം ചെയ്തത്? ഓപ്ഷൻ ഡി റോജിൻ തോമസ്. 1, 5, 14 എക്സെട്ര എന്ന സംഖ്യാശ്രേണിക്ക് പറയുന്ന പേര്? ഓപ്ഷൻ എ സ്തൂപിക സംഖ്യകൾ. 3 സംഖ്യകളുടെ തുക 572. ഒന്നാമത്തേത് രണ്ടാമത്തേതിൻ്റെ ഇരട്ടിയാണ്. മൂന്നാമത്തേത് ഒന്നാമത്തേതിൻ്റെ 3/1 എങ്കിൽ അവയിൽ ഒരു സംഖ്യ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി 104. ABC എന്നിവർക്ക് യഥാക്രമം 20, 30, 60 ദിവസങ്ങളിൽ ഒരു ജോലി ചെയ്യാൻ കഴിയും. ഓരോ 3-ാം ദിവസവും BC എന്നിവ സഹായിച്ചാൽ Aക്ക് എത്ര ദിവസത്തിനുള്ളിൽ ജോലി പൂർത്തീകരിക്കാൻ കഴിയും? ഓപ്ഷൻ ബി 15 ദിവസം. 3/4, 1 and 1/2, 2 and 1/4 എക്സെട്ര എന്ന ശ്രേണിയിലെ പദമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി 4. 17^7.5 divided by 17^3.5 into 17^4.5 equal to 17 ഓപ്ഷൻ ഡി 8.5. ഓരോ വർഷവും 15% വീതം വേസ്റ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പഠന റിപ്പോർട്ട്. 2020 ഏകദേശം 20 കോടി ടൺ വേസ്റ്റ് ഉണ്ടെന്നാണ് കണക്കാക്കിയിരുന്നത്. എങ്കിൽ 2024 ആകുമ്പോൾ എത്ര ടൺ വേസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്? ഓപ്ഷൻ എ 34.98. ഒരു വശം 2 സെൻറ്റിമീറ്റർ ആയ സമചതുരത്തിൽ വികർണം വൃത്തത്തിൻ്റെ വ്യാസമാണ്. എങ്കിൽ വൃത്തത്തിൻ്റെ ചുറ്റളവ് എത്ര? ഓപ്ഷൻ സി 2√2 പൈ സെൻറ്റിമീറ്റർ. കമ്പ്യൂട്ടർ എന്ന വാക്കിനെ PMOCRETU എന്ന് എഴുതാമെങ്കിൽ ഡെസിഫർ എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? ആൻസർ ഓപ്ഷൻ എ. ഒയുടെ അച്ഛനാണ് M, Qയുടെ മകനാണ് P, Mൻ്റെ സഹോദരനാണ് N, Pയുടെ സഹോദരിയാണ് O. എങ്കിൽ Nഉം Qവും തമ്മിലുള്ള ബന്ധം? ഓപ്ഷൻ ബി അളിയൻ. വിട്ടുപോയ? ഓപ്ഷൻ സി 87.
Complete the clause suitably. If I had attended the wedding, I dash. Option A, could have met him. Identify the correctly spelled word from the following. Option C, colleague. Fill in the blank using the appropriate phrasal verb. The match has been dashed due to bad weather. Option B, called off. Use the correct tense form. He usually dashed to office by bus. Option C, goes. Fill in the blank using the correct verb. The culturally I bought yesterday dash quite expensive. Option D, is. Which among the following is an adjective? Option B, mundane. Change into passive voice. Someone has asked John to make a speech at the meeting. Option C, John has been asked to make a speech at the meeting by someone. Pick out the word from the options which means to swear falsely. Option A, perjure. Choose the appropriate question tag. Let us go for a movie. Option D, shall we. Which among the following is a synonym of the word pensive? Option A, contemplative. ശരിയായ രൂപം ഏത്? ഓപ്ഷൻ എ, കൈയെഴുത്ത്. ഓപ്ഷൻ എ. നെന്മണി എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി, നെല് അധികം മണി. വ്യാകരണം അറിയുന്നവർ എന്നതിൻ്റെ ഒറ്റപ്പദം വൈയാകരൺ. ഓപ്ഷൻ എ. ചിലർ എന്ന പദം ഏത് വചനമാണ്? ഓപ്ഷൻ സി, അലിംഗ ബഹുവചനം. പല്ലവപുടം വിഗ്രഹിക്കുക. ഓപ്ഷൻ ഡി, പല്ലവത്തിൻ്റെ പുടം. സമാന പദം എഴുതുക. മഞ്ഞ്. ഓപ്ഷൻ ബി, പ്രാലേയം. മാൻ എന്ന വാക്കിൻ്റെ പര്യായം. ഓപ്ഷൻ സി, ഏണം. ചേർത്തെഴുതുക. ച അധികം ഉന്നു. ഓപ്ഷൻ എ, ചാകുന്നു. ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ ഡി, നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. സുപ്രസിദ്ധം എന്ന പദത്തിൻ്റെ വിപരീതം. ഓപ്ഷൻ ബി, കുപ്രസിദ്ധം. മോചനദ്രവ്യം ആവശ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റത്തിനുള്ള ശിക്ഷ ഏത്? ഓപ്ഷൻ ഡി, മുകൾ പറഞ്ഞിട്ടുള്ളതെല്ലാം. എ എന്ന ആൾ ബിയെ കൊല്ലുന്നതിന് വേണ്ടി ഒരു കുപ്പി വെള്ളത്തിൽ വിഷം ചേർത്ത് വെച്ചു. ആ വെള്ളം സി എടുത്ത് കുടിച്ചു, മരിച്ചു. ഇവിടെ എ ചെയ്ത കുറ്റം എന്ത്? ഓപ്ഷൻ ബി, കുറ്റകരമായ നരഹത്യ. വാക്യം 1. 7 വയസ്സ് താഴെ പ്രായമുള്ളൊരു കുട്ടി ചെയ്യുന്ന ഒരു തെറ്റും ഇന്ത്യൻ പീനൽ കോഡ് 1860 പ്രകാരം ശിക്ഷിക്കപ്പെടുന്നതല്ല. വാക്യം 2. ചില കേസുകളിൽ 7 മുകളിൽ എന്നാൽ 12 താഴെ പ്രായമുള്ള കുട്ടി ചെയ്ത തെറ്റ് ഇന്ത്യൻ പീനൽ കോഡ് 1860 പ്രകാരം ശിക്ഷിക്കപ്പെടുന്നതല്ല. ആൻസർ ഓപ്ഷൻ എ. മേൽപ്പറഞ്ഞ വാക്യങ്ങൾ 1ഉം 2ഉം ശരിയാണ്. ഇന്ത്യൻ പീനൽ കോഡ് 1860 സെക്ഷൻ 269 പ്രകാരം താഴെ കൊടുത്തിട്ടുള്ള ഏത് പ്രവൃത്തികളാണ് കുറ്റകരം? ആൻസർ ഓപ്ഷൻ എ. കോവിഡ് രോഗി രോഗവിവരം മറച്ചുവെച്ച് ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ വിവരാവകാശ നിയമം 2005 പ്രകാരം ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ ഏത്? ഓപ്ഷൻ ഡി, എയും ബിയും സിയും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. വാക്യം 1. ഒരു സ്വകാര്യ സ്ഥലത്ത് നടക്കുന്ന പോലീസ് നടപടിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പൊതുജനങ്ങൾ ആർക്കും അവകാശമുണ്ട്. വാക്യം 2. ഒരു സ്വകാര്യ സ്ഥലത്ത് നടക്കുന്ന പോലീസ് നടപടിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവകാശം ഉണ്ട്. ആൻസർ ഓപ്ഷൻ എ. മേൽപ്പറഞ്ഞ വാചകങ്ങൾ 1ഉം 2ഉം ശരിയാണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഇൻഫർമേഷൻ അഥവാ വിവരം എന്നതിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല? ഓപ്ഷൻ എ. സെക്ഷൻ 2Kയിൽ പ്രതിപാദിക്കുന്ന റെക്കോർഡുകൾ. പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് ഉൾപ്പെട്ടിട്ടില്ല? ഓപ്ഷൻ സി. സ്ത്രീകളുടെ പരാതി വനിതാ പോലീസ് സ്റ്റേഷനിൽ മാത്രം കൊടുക്കുക. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 പ്രകാരം കോഗ്നൈസബിൾ കുറ്റം എന്നാൽ? ഓപ്ഷൻ ബി. പോലീസ് ഓഫീസർക്ക് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റം. 0 FIR കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ളത് തെറ്റായ ഓപ്ഷൻ ഏത്? ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞ എല്ലാ ഓപ്ഷനും ശരിയാണ്. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 സെക്ഷൻ 44 അറസ്റ്റ് ചെയ്യാനുള്ള ആരുടെ അധികാരത്തെ വിവരിക്കുന്നു? ഓപ്ഷൻ ബി. മജിസ്ട്രേറ്റ്.
40 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ഒരു വ്യക്തിയുടെ ജനനത്തീയതിയെക്കുറിച്ചുള്ള തെളിവായി അയാളുടെ ജനനം നടന്ന ഹോസ്പിറ്റലിലെ ആ സമയത്ത് ഡ്യൂട്ടി ഡോക്ടർ ആയിരുന്ന പിന്നീട് മരണപ്പെട്ടു പോയ ആളുടെ ഡയറി സ്വീകരിക്കണമെന്ന് വാദിഭാഗം ആവശ്യപ്പെടുന്നു. ഈ ഉദാഹരണത്തിൽ തീരുമാനമെടുക്കാൻ പ്രസ്തമാകുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 ഏതു സെക്ഷനാണ്? ഓപ്ഷൻ ബി സെക്ഷൻ 32. വാക്യം 1. ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 സെക്ഷൻ 44 പ്രകാരം ഒരു പ്രത്യേക വിഷയത്തിൽ വിദഗ്ധയായ വ്യക്തിയുടെ അഭിപ്രായം കോടതിക്ക് തെളിവായി സ്വീകരിക്കാം. വാക്യം 2. ഒരാളുടെ മനോനിലയെക്കുറിച്ചുള്ള ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അഭിപ്രായം ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 സെക്ഷൻ 15 പ്രകാരം കോടതിക്ക് തെളിവായി എടുക്കാവുന്നതാണ്. ഓപ്ഷൻ സി വാക്യം 2 മാത്രം ശരിയാണ്. കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ 117 പ്രകാരം പോലീസിൻ്റെ ചുമതലകളിൽ ഇടപെടുന്ന തരത്തിലുള്ള കുറ്റങ്ങൾ. ഓപ്ഷൻ ഡി കോഗ്നസബിളും ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളുമാണ്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 സെക്ഷൻ 37 പ്രകാരം ജാമ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ വാക്യങ്ങൾ ആയത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ഓപ്ഷൻ എയും ബിയും ശരിയാണ്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 പ്രകാരമുള്ള കുറ്റവുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റിന് ശേഷം എത്ര വർഷത്തിനകം നേടിയ വസ്തു കണ്ടുകെട്ടപ്പെടും? ഓപ്ഷൻ ബി 6 വർഷം. ഏതു പ്രായത്തിലുള്ള കുട്ടികൾക്ക് നേരെയുള്ള പ്രവേശിത ലൈംഗികാതിക്രമ കുറ്റത്തിന് പോക്സോ ആക്ട് 2012 20 വർഷത്തിൽ കുറയാത്ത ശിക്ഷയും പിഴയും നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി 16. പോക്സോ ആക്ട് 2012 സെക്ഷൻ 3 പ്രകാരം കൊടുത്ത പരാതി കെട്ടിച്ചമച്ചതോ തെറ്റായ വിവരമോ ആണെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? ഓപ്ഷൻ എ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കെതിരെ മാത്രമേ കുറ്റം ആവുകയുള്ളൂ. മിസ്റ്റർ എ ഒരു ഓഫീസിൽ ജോലി ചെയ്യവേ സഹപ്രവർത്തകരായ ചില വ്യക്തികൾക്ക് ഇമെയിലുകൾ മുഖേന അശ്ലീല ചിത്രങ്ങൾ അയച്ചു. മിസ്റ്റർ എയുടെ പ്രവൃത്തി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 താഴെ തരത്തിലുള്ള ഏത് വകുപ്പിൻ്റെ ലംഘനമാണ്? ഓപ്ഷൻ ബി സെക്ഷൻ 67A. മനഃപൂർവ്വം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് വൈറസ് പ്രവേശിപ്പിച്ച് കുറ്റത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 വകുപ്പ് താഴെ കൊടുത്തിരിക്കുന്നത് ഏത്? ഓപ്ഷൻ എ സെക്ഷൻ 43.